വെൽക്കം ടു ഫിൻവേഴ്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ ഫിൻ ടെസ്റ്റ് കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ അയോൺ ഹാസ് ഹയസ്റ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ക്വസ്റ്റ്യൻ എ വന്നിട്ട് സ്കാൻഡിയം 3+ ആണ്. സ്കാൻഡിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 3d1 4s2 ആണ്. അപ്പോൾ സ്കാൻഡിയം 3+ൻ്റെതെന്ന് പറയുമ്പോൾ 3d0 4s0 വരും. അപ്പോൾ 0 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് ഇതിലുള്ളത്. ഇനി രണ്ടാമത്തത് ക്രോമിയം 3+ ആണ്. ക്രോമിയത്തിൽ 3d5 4s1 ആണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ക്രോമിയം 3+ വരുമ്പോൾ 3d3 4s0 ആവും. അപ്പോൾ അതിൽ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണുള്ളത്. അതെ. ഇനി ഓപ്ഷൻ സി പറയുന്നത് എന്താ വെച്ചാൽ മാംഗനീസ് 3+ ആണ്. മാംഗനീസിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d5 4s2 ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, 3 ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ ഇവിടുന്ന് 2 ഇതിനൊന്നും പോകും. അങ്ങനെ 3d4 എന്ന് വരും. അതായത് ഇവിടെ 4 അൺപെയ്ഡ് ഇലക്ട്രോൺസുകൾ ഉണ്ട്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഓപ്ഷൻ ഡി വരുന്നത് എന്താണ്, Fe3+ ആണ് കൊടുത്തിട്ടുള്ളത്. എഫിൻ്റെത് എന്താ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d6 4s2 ആണ് വരുന്നത്. അപ്പോൾ ഇതിന്ന് 3 കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3d5 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇതിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോൺസുകൾ ഉണ്ട്. അതായത് നമുക്ക് എന്ത് പറയാം, ഏറ്റവും കൂടുതൽ അൺപെയ്ഡ് ഉള്ളത് ഏതിലാണ്, ഓപ്ഷൻ ഡിയിലാണുള്ളത്. സോ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു T2g സെറ്റ് ഓഫ് ഓർബിറ്റൽസ്. നമുക്കറിയാം T2gയിൽ ഏതൊക്കെയാണുള്ളത്, dxy dyz dxz. EG സെറ്റിലാണ് dx2z² ഉള്ളത്. അതേപോലെ dx² - y² ഉള്ളത്. അപ്പോൾ ഇതിൽ T2gയിൽ ഇല്ലാത്തത് എന്താണ്, ഓപ്ഷൻ ഡി dz² ആണ്. അതെ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ നെയിം ദ പോയ്സൺസ് ഗ്യാസ് ഫോംഡ് വെൻ ക്ലോറോഫോം ഈസ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്. ഓക്കെ. നമ്മൾ ക്ലോറോഫോം ഒക്കെ ഡാർക്ക് ബോട്ടിലിൽ സൂക്ഷിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ, ഈ ക്ലോറോഫോം ഓക്കെ CHCl3 ആണ് കേട്ടോ ക്ലോറോഫോമിൻ്റെ ഫോർമുല. ഇത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ പ്രസൻസിൽ ലൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ഓക്സിഡേഷൻ നടന്നിട്ട് ഇത് COCl2 എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ടാവും. ഈ ഗ്യാസ് പോയിസൺ ആണ്. ഓക്കെ. ഈ ഗ്യാസ് ആണ് ഇവിടെ ചോദിച്ചത്. ഈ ഗ്യാസിന്റെ പേര് ഫോസ്ജീൻ എന്നാണ് നമ്മൾ പറയാം, ഫോസ്ജീൻ. ഓക്കെ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. നമുക്കറിയാം ലെഡ് സ്റ്റോറേജ് ബാറ്ററി യൂസ് ചെയ്യുന്നത് അക്വസ് H2SO4 ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് വെച്ചാൽ റൈറ്റ് ദി യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എഴുതാനുള്ള ഇക്വേഷൻ മോള് 1 - n ലിറ്റർ n-1 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്നിന് എന്താ കൊടുക്കേണ്ടത്, സെക്കൻഡ് ഓർഡറാണ് ചോദിച്ചത്. അപ്പോൾ എന്നിന് 2 എന്ന് കൊടുക്കണം. അതായത് മോള് 1 - 2 ലിറ്റർ 2 - 1 സെക്കൻഡ് ഇൻവേഴ്സ്. അതായത് മോൾ 1 - 2 പറയുമ്പോൾ മോൾ റേസ് ടു -1 ലിറ്റർ 2 പോയാൽ 1. അപ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റെപ്രസെൻറ്റ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് മെഗ്നീഷ്യം ആൻഡ് സിൽവർ ഇലക്ട്രോഡ്സ്. നമുക്കറിയാം നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എങ്ങനെ ഉണ്ടാക്കുക, അതായത് നമ്മൾ E0 വെച്ചിട്ടല്ലേ ആനോഡിനെയും കാഥോഡിനെയും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആനോഡ് ആയിട്ടുള്ളത് E0 വാല്യൂ നെഗറ്റീവ് വരുന്ന ആൾക്കാരാണ് ആനോഡാക്കി എടുക്കുക. E0 വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് കാഥോഡായിട്ട് എടുക്കുക, ഇതാനോടും. അപ്പോൾ മെഗ്നീഷ്യത്തിനെ വെച്ച് നോക്കുമ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ E0 വാല്യൂ നെഗറ്റീവും സിൽവറിൻ്റെ E0 വാല്യൂ പോസിറ്റീവും ആണ്. അപ്പോൾ ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുക മെഗ്നീഷ്യം ആയിരിക്കും, കാഥോഡായിട്ട് ആക്ട് ചെയ്യുക സിൽവർ ആയിരിക്കും. ഇനി നമുക്ക് ആ റിയാക്ഷൻ നോക്കാൻ Mg എന്തായിട്ടാ മാറുക, ആനോഡല്ലേ. അപ്പോൾ അത്
അയോൺ ആയിട്ട് മാറും. Mg2++2 ഇലക്ട്രോൺ ആയി മാറും. സിൽവർ Ag+1 ഇലക്ട്രോൺ ഗിവ്സ് Ag++1 ഇലക്ട്രോൺ ഗിവ്സ് Ag ആയി മാറും. നമുക്ക് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 2, ഇവിടെ 2 ആക്കാം, ഇവിടെ ഒരു 2. ഇനി നമുക്ക് സെല്ല് റെപ്രസെൻ്റ് ചെയ്യാം. Mg. Next question, write Arrhenius equation and explain the terms in it. Arrhenius equation എന്ന് പറയുന്നത് k equal to a into e raised to minus ea by rt എന്നാണ് വരിക. ഇതിൽ ഓരോ ടേംസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. k എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. k റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എ എന്ന് പറയുന്നത് അറേനിയസ് കോൺസ്റ്റൻ്റ് ആണ്. എ അറേനിയസ് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഇ എ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി ആണ്. ആക്ടിവേഷൻ എനർജി. ആർ എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്. ടി ടെമ്പറേച്ചർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടേംസ് വരുന്നത്. ഇക്വേഷൻ വരുന്നത് k equal to a into e raised to minus ea by rt. നെക്സ്റ്റ് ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഓപ്ഷൻ എ എന്താണെന്ന് വെച്ചാൽ CH3 CH2 COCH3 LaLH4 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ റിയാക്ഷൻ നമുക്കറിയാം, കീറ്റോണ് LaLH4 എന്താണ്? ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ അത് CO-നെ റെഡ്യൂസ് ചെയ്തിട്ട് ആൽക്കഹോൾ ആക്കി മാറ്റും. CH3 CH2 COH CH3 ആക്കി മാറ്റും. ഇനി ബി വന്നിട്ട് CH3 MgClH2O. ഈ CH3 MgCl ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. അത് CH3നെ ഡൊണേറ്റ് ചെയ്യും. അതായത് ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു കാർബാനയോണും ഉണ്ടാവും, MgCl+ ഉണ്ടാവും. പിന്നെ വാട്ടറിന് H+ ഉണ്ടാവും, OH- ഉണ്ടാവും. ഈ H+ പോയിട്ട് ഈ CH3 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് മീഥേൻ ഉണ്ടാവും. നെക്സ്റ്റ്, on what group can you see that scandium is a transition element and but zinc is not? അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, സ്കാൻഡിയത്തിൻ്റെ കേസിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താ? ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d1 4s2 എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. ഓക്കെ, പക്ഷേ സിങ്കിൻ്റെ കേസിൽ അങ്ങനെയല്ല. സിങ്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സിങ്ക് 3d10 എന്നാണ് വരിക. 3d10 4s2 എന്നാണ് നമ്മൾ സിങ്കിനെ പറയുക. അതിൽ ഈ 5 ഓർബിറ്റൽസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇങ്ങനെയാണ് സിങ്കിലുള്ളത്. സോ അതുകൊണ്ടാണ് എന്ത്, സിങ്ക് ട്രാൻസിഷൻ എലമെൻ്റ് അല്ല എന്ന് പറയാൻ കാരണം, സിങ്ക് ഒരു സ്യൂഡോ ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, അസൈൻ പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി ഓഫ് സെൻട്രൽ മെറ്റൽ ഇൻ NiCO4 ടൈംസ്. അപ്പോൾ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സെക്കൻഡറി വാലൻസി എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ നമ്പറാണ്. ഇതിൻ്റെ പ്രൈമറി വാലൻസി ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക അറിയുമ്പോൾ, നിക്കലിനെ നമുക്ക് അറിയില്ലല്ലോ, അപ്പോൾ നമ്മൾ X എന്ന് കൊടുക്കുക. പിന്നെ CO4നെ നമുക്കറിയാം കാർബണയിലാണ്, ന്യൂട്രൽ ലിഗാൻഡാണ്. അപ്പോൾ അതിൻ്റെ ചാർജ് 0. അപ്പോൾ നമ്മൾ ടോട്ടൽ ചാർജൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. X + 4 × 0 ആണ് CO-ൻ്റെ ചാർജ്, ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് X-ൻ്റെ ചാർജ് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് പ്രൈമറി വാലൻസി എന്താണ്? 0 ആണ്.
പിന്നെ സെക്കൻഡറി വാലൻസി എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ നമ്പർ അല്ലേ, നമ്പർ ഓഫ് ലിഗാൻഡ് നോക്കുക 4. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ എഫക്റ്റ് ദാറ്റ് strengthen the bond between CO and metal in metal carbonyls. മെറ്റൽ കാർബണൈലും മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ബോണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അതിൻ്റെ റീസൺ, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ സിനർജിക് എഫക്റ്റ് ആണ് അവിടെ വരിക. കാരണം പൊതുവേ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ലിഗാൻഡ് മെറ്റലിന് ഇലക്ട്രോൺ പെയർസിനെ ഡൊണേറ്റ് ചെയ്യും. അത് എല്ലാ കോർഡിനേറ്റീവ് കോമ്പൗണ്ട്സിലും ഉണ്ടാവുന്നതാണ്. എന്നാൽ ഈ കാർബണൈൽസുകൾ വരുന്ന ഗ്രൂപ്പിൽ എന്താ വെച്ചാൽ ഈ കാർബണൈൽ ലിഗാൻഡ് മെറ്റലിനും എന്ത് കൊടുക്കും, ഇലക്ട്രോൺ പെയർസിനെ കൊടുത്തിട്ട് ഒരു പൈ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, അവിടെ സിനർജിക് എഫക്റ്റ് ആണ് അവിടെ വരുന്നത്. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യന് അതിൽ ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ടെർഷ്യറി കാർബോകാറ്റയോൺ ആണ് ചോദിച്ചത്. ടെർഷ്യറി കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് ഇതാണ്. ടെർഷ്യറി കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് ഈ ടെർഷ്യറി കാർബോകാറ്റയോണിൽ 2 എഫക്റ്റ് ഉണ്ട് അവിടെ. ഒന്ന് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്, മറ്റേത് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഓക്കെ, ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ കേസിൽ ഈ CH3 ഗ്രൂപ്പിനൊക്കെ പ്ലസ് ഐ ആയിട്ടുള്ള എഫക്റ്റ് ആണുള്ളത്. അതായത് ഇവർ ഇലക്ട്രോൺ പെയർസിനെ ഈ കാർബൺ ആറ്റത്തിന് ഡൊണേറ്റ് ചെയ്ത് കൊടുക്കും. ഈ കാർബൺ പ്ലസ്, ഈ പ്ലസ് സൂചിപ്പിക്കുന്നത് ഈ കാർബൺ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇലക്ട്രോൺസ് ഈ CH3 എന്ത് ചെയ്യും, ഇങ്ങനെ കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഇത് ഒന്നുകൂടി സ്റ്റേബിൾ ആവും. പിന്നെ അതുപോലെ തന്നെ അവിടെ വരുന്ന വേറൊരു എഫക്റ്റ് ആണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐസോമർ പോസസ് ഹയർ ബോയിലിംഗ് പോയിന്റ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അതിൽ എ വന്നിട്ടുള്ളത് 2-bromo 2-methyl propane, അതായത് 2-bromo 2-methyl propane. രണ്ടാമത്തത് 2-bromo butane. നമുക്കറിയാം ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സൈസ് ആണ്. അതേപോലെ ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബ്രാഞ്ചിങ് ആണ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 3 കാർബണും ഇതിൽ 4 കാർബണുമാണ് പാരന്റ് ചെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിലൊരു ബ്രാഞ്ച് ഉണ്ട്, ഇതിൽ ബ്രാഞ്ച് ഒന്നുമില്ല. അപ്പം ഇതിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. ഓക്കെ, എക്സ്പ്ലെയിൻ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു അരൈൽ ഹാലൈഡും എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന് നമ്മൾ സോഡിയത്തിൻ്റെ പ്രസൻസിൽ ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് കിട്ടും. ഈ കോമ്പൗണ്ട് കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് എന്ത് കിട്ടും, 2NaX കിട്ടും. അപ്പോൾ ഇതാണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മിഷ് മെറ്റൽ, ഗിവ് 1 യൂസ് ഓഫ് ഇറ്റ്. അതായത് മിഷ് മെറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അലോയ് ഓഫ് എന്താണ്, ലാന്തനൈഡ്സും. 95% ലാന്തനൈഡ്സും പ്ലസ് എഫിൻ 5% എഫിൻ്റെയും എന്താണ് ഒരു അലോയ് ആണ് മിഷ് മെറ്റൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുമ്പോൾ ഈ ബുള്ളറ്റ് മേക്കിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അതേപോലെ ഈ ലൈറ്ററിൻ്റെ ഫ്ലൈറ്റിങ്ങിന് ഏജൻ്റായിട്ട്, സ്പാർക്കിംഗ് ഏജൻ്റ് ഒക്കെ ആയിട്ട് അത് യൂസ് ചെയ്യും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സാൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഡബിൾ സാൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത്. ഇതിൽ ഡബിൾ സാൾട്ട് എന്താ അറിയോ, ഡബിൾ സാൾട്ട് കംപ്ലീറ്റ് ആയിട്ട് അയോണൈസ് ചെയ്യും. കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ആണ് എന്ത്, ഡബിൾ സാൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ കോർഡിനേറ്റ് കോമ്പൗണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യില്ല. നോട്ട് കംപ്ലീറ്റ്ലി അയണൈസ്ഡ്. ഓക്കെ, കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യില്ല. ഡബിൾ സാൾട്ടിന് ഡയറക്ഷൻ പ്രോപ്പർട്ടി ഇല്ല, ഡയറക്ഷൻലെസ് ആണ്. എന്നാൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ഡയറക്ഷനിലാണ്. അതിന് കറക്റ്റ് ഡയറക്ഷൻ ഉണ്ട്, അതിന് കറക്റ്റ് ഷേപ്പ് ഉണ്ട്. ഓക്കെ, ഇനി ഡബിൾ സാൾട്ടിന് നമുക്ക് മോർ സാൾട്ടൊക്കെ എക്സാമ്പിളായി പറയാം. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ FeH2O5 NO ഇതൊക്കെ എന്താണ്, ഇതൊരു കോർഡിനേറ്റ് കോമ്പൗണ്ടിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത്, കോർഡിനേഷൻ കോമ്പൗണ്ടായി പറയാം.
ഓക്കെ നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഫ്രം ദ ഫോളോയിങ്. അതിൽ എ നമുക്കൊരു റിയാക്ഷൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? കെ ഈക്വൽ ടു റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു ബി റേസ് ടു 1/2. അപ്പം നമുക്കറിയാം ഓർഡർ എങ്ങനെയാണ്, റിയാക്റ്റൻറ്റിൻ്റെ പവറിൻ്റെ സമ്മാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ ഈക്വൽ ടു എന്താണ്, ഇവിടെ എൻ്റെ പവർ എത്ര 1 ആണ്, 1 പ്ലസ് ബീൻ്റെ പവർ 1/2, അപ്പോൾ 3/2. ഇനി ബി നമുക്കൊരു കെ റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട് 1.2 × 10⁻⁻⁴. നമുക്ക് അതിൽ ആ യൂണിറ്റ് മാത്രം നോക്കിയാൽ മതി, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ നമുക്കറിയാം റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെ എഴുതുക, മോൾ 1 - n ലിറ്റർ n-1 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ മോളിൻ്റെ ടേമിന് 1 വന്നിക്കണം. അപ്പോൾ മോൾ റൈസ് ടു എന്ത് വന്നാലും 1 ആവുക, 0. അപ്പോൾ മോൾ റൈസ് ടു 0 ഈക്വൽ ടു മോൾ റൈസ് ടു 1 - n. അപ്പോൾ ഇതും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഇത് സെയിം ആയാലല്ലേ ഇത് രണ്ടും സെയിം ആവുള്ളൂ. 1 - n ഈക്വൽ ടു 0 വരും, n ഈക്വൽ ടു 1 വരും. അതിൽ സി ക്വസ്റ്റ്യന് അതായത് നമുക്ക് ടി ഹാഫും R0 തമ്മിലുള്ള ഗ്രാഫ് തന്നിക്കണേ. അപ്പോൾ ഈ ടി ഹാഫ് R0 ഡിപ്പെൻഡ് ചെയ്യണില്ല. R0 ടി ഹാഫ് ഡിപ്പെൻഡ് ചെയ്യാത്ത റിയാക്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ഓക്കെ നെക്സ്റ്റ് explain the variation of molar conductivity with the concentration of strong and weak electrolyte using graph. അപ്പോൾ സ്ട്രോങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഗ്രാഫ് വരിക ഇങ്ങനെയാണ്. അതായത് ഇവിടെ കോൺസെൻട്രേഷൻ, ഇവിടെ മോളാർ കണ്ടക്ടിവിറ്റി. വീക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഗ്രാഫ് വരുന്നുണ്ടാവുക ഇങ്ങനെയാണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഇവിടുന്ന് ഇത് കോൺസെൻട്രേഷൻ്റെ ആക്സസ് ആണ്, ഇങ്ങോട്ട് പോകുന്നതോറും കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണ്. അതായത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് കൂടുന്നുണ്ട്, മോളാർ കണ്ടക്ടിവിറ്റി കൂടും. അതായത് കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി കുറയാണ് ചെയ്യുക. അത് രണ്ടിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഡൈല്യൂഷൻ, നമ്മൾ ഡൈല്യൂഷൻ കൂട്ടുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാന്ന് അതിൻ്റെ അർത്ഥം? അതെ, കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നു, അതായത് കോൺസെൻട്രേഷൻ ഇവിടെ കുറച്ച് വരുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. അതായത് ഈ മോളാർ കണ്ടക്ടിവിറ്റി വീക്കിൻ്റെ കേസിൽ എന്താ പറയുക, വീക്ക് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യില്ല. സ്ട്രോങ് ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും, വീക്ക് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യില്ല. നമ്മൾ എത്രത്തോളം ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ അയണൈസേഷൻ കൂടിക്കൂടി വരും വീക്കിൻ്റെ കേസിൽ. അപ്പം നമ്മളിവിടെ വീക്കിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, നമ്മൾ ഡൈല്യൂഷൻ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എന്താ ചെയ്യാണ്, അതിൻ്റെ അയണൈസേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിന് കുറേ അയോൺസുകൾ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു പെട്ടെന്നുള്ള ഒരു ഇൻക്രീസ് പിന്നെ വീക്കിൻ്റെ കേസിൽ ഉണ്ടാകും, ഡൈല്യൂഷൻ കൂട്ടുന്ന സമയത്ത്, കോൺസെൻട്രേഷൻ കുറക്കുന്ന സമയത്ത്. അതാണ് അതിൻ്റെ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യന് കൺസിഡർ ദ റിയാക്ഷൻ Cr2O7 2- plus 14H plus 6 electrons gives 2 Cr3 plus 7 H2O. What is the quantity of electricity in coulombs needed to reduce 1 mole of Cr2O7 2-. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം Cr2O7 2- 2 Cr3 plus ആയിക്കാണ്. അപ്പോൾ 6 ഇലക്ട്രോൺസ് ആണ് വാങ്ങിയത്. അപ്പോൾ 1 മോളിന് Cr2O7 2-ന് 6 മോള് വേണ്ടി വരും, 6 മോൾ ഓഫ് ഇലക്ട്രോൺസ് വേണ്ടി വരും 2 Cr3 plus ആവാൻ. അപ്പോൾ ചാർജ് എത്രയാണ്, 6 മോൾ ഇൻറ്റു ഫാരഡേസ് കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 ഇൻറ്റു 96500 ചെയ്യുമ്പോൾ 57 നമ്മൾ ആൻസർ. What is lanthanoid contraction? Explain its
കോസ് ആൻഡ് കോൺസിക്വൻസസ്. ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലാന്തനോയിഡ് സീരീസിൽ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് അറ്റോമിക് റേഡിയസിൽ ഒരു ഗ്രാജുവൽ ഡിക്രീസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറയാം. അതിൻ്റെ കോസ് എന്ന് പറയുന്നത് 4 ഓഫ് ഇലക്ട്രോൺസിൻ്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ്. അതാണ് അതിൻ്റെ കാരണം പറയുന്നത്. കോൺസിക്വൻസ് നമുക്ക് ഒരുപാട് കോൺസിക്വൻസ് പറയാം. ഓലെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആയിരിക്കും. ഓലെ സെപ്പറേഷൻസ് ബുദ്ധിമുട്ടാണ്. ഇൻക്രീസ് അയണൈസേഷൻ എന്താൽപ്പി അങ്ങനെയുള്ള കുറച്ച് കോൺസിക്വൻസുകളും പറയുന്നുണ്ട്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സസ്. അതിൽ എ വന്നിട്ട് Cl3. ഇതിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് നോക്കുക. അപ്പോൾ ENന്റെ പേരെന്താ? ഈഥെയ്ൻ 1,2 ഡയമീൻ. അപ്പോൾ അതിലൊരു നമ്പറിങ് ഉണ്ടായത് കൊണ്ട് നമുക്ക് ഈ 3നെ ട്രൈന്ന് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ പകരം നമ്മൾ ട്രിസ്ന് കൊടുക്കും. ട്രിസ് ഈഥെയ്ൻ 1,2 ഡയമീൻ. പിന്നെ നമ്മളെ മെച്ചലാച്ച ഏതാണ്? ക്രോമിയം. പിന്നെ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുക്കണം. അത് നമുക്ക് കണ്ടുപിടിക്കാം. ക്ലോറൈഡ്. ഇനി നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാം. ഈഥെയ്ൻ 1,2 ഡയമീന് ചാർജ് ഇല്ല, അപ്പോൾ 0. അത് ന്യൂട്രൽ ലിഗാൻഡാണ്. പിന്നെ Cl3ക്ക് എന്തുണ്ട്? ഒരു Clന് -1 ഉണ്ട്. അപ്പോൾ X + 3 × 0 + 3 × -1 എന്താണ്? = 0 ആണ് വരിക. അപ്പോൾ എക്സ് എന്താണ്? +3 ആണ്. ഇനി ബി K4FeCN 6 ടൈംസ്. അതിൽ ആദ്യം നമ്മളെ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഇത് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പൊട്ടാസ്യത്തിനാണ് നെയിം ചെയ്യുക. പൊട്ടാസ്യം ഹെക്സാസയനോ ഫെറൈറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയെന്ന് വെച്ചാൽ പൊട്ടാസ്യത്തിൻ്റെ എത്രയാണ്? +1 ആണ്. അപ്പോൾ അങ്ങനെ 4 പൊട്ടാസ്യം ഉണ്ട്. 4 × 1 + X. എഫിൻ്റെ നമുക്കറിയില്ലല്ലോ. CNന് എത്ര ഉണ്ട്? -1 ആണ് CNൻ്റെ ചാർജ്. അങ്ങനെ 6 CN ഉണ്ട്. = 0 വരും. അപ്പോൾ X = എത്ര വരും? +2 വരും. സോറി ഫെറൈറ്റ് +2. ഇനി സി FeCO 5 ടൈംസ്. അപ്പോൾ ഇതിൽ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിന് ഒരു ചാർജും ഇല്ല. പിന്നെ അയൺ CO കാർബണൈൽ. അപ്പോൾ 5 പെൻഡാ കാർബണൈൽ അയൺ. കാരണം നമുക്ക് ഇതിലൊരു ചാർജും ഇല്ല. CO ന്യൂട്രൽ ലിഗാൻഡാണ്. Feക്ക് അപ്പോൾ ഇവിടെ ഒരു ചാർജും ഉണ്ടാവില്ല. ഓക്കെ. എക്സ്പ്ലെയിൻ ഫോളോയിങ് റിയാക്ഷൻ. ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നമുക്ക് ഹാലോ അൽക്കീന് എടുക്കാം. ഒരു ഹാലോ അൽക്കീൻ ഇതെടുത്തു. നമ്മൾ ഫസ്റ്റ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷനാണ് പറയുന്നത്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ നമ്മൾ NaI വെച്ച് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് RI എന്ന് കിട്ടും. ഓക്കെ. ആൻഡ് അടുത്ത ബി സ്വാർട്സ് റിയാക്ഷൻ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാർട്സ് ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. അത് നമ്മൾ AgFുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് RF കിട്ടും. RF. ഓക്കെ. ഇതാണ് ആ റിയാക്ഷൻ പറയുന്നത്. ഇത് പിന്നെ വേർഡ്സിലാക്കിയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. 22. Which of the following pairs of compounds which would undergo SN1 reaction faster? Justify your answer. SN1 റിയാക്ഷൻ ഏറ്റവും പെട്ടെന്ന് ഈ കോമ്പൗണ്ട്സിൽ ഈ രണ്ടെണ്ണത്തിൽ ഏത് പോകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ എ ഉള്ളത് CH2 ഡബിൾ ബോണ്ട് CH2Cl ആണ്. അപ്പോൾ SN1 നമുക്കറിയാം 2 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുന്നത്.
ഒന്ന് ഫസ്റ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. അപ്പം നമുക്കറിയാം കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയാണ് റിയാക്ഷൻ ഫോർവേഡ് ചെയ്യാനുള്ള റീസൺ. അപ്പോൾ കാർബോ കാറ്റയോൺ നമുക്ക് നോക്കാം. ഈ ബോണ്ട് ഇങ്ങോട്ടല്ലേ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് വരും. അടുത്തതിൽ ഇങ്ങോട്ടാണ് ബ്രേക്കിങ് നടക്കുക. അപ്പോൾ CH3 CH2 പ്ലസ്. ഇനി ഈ കാർബോ കാറ്റയോണിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ പൈ സിഗ്മ പ്ലസ് ഉണ്ട്. അതായത് ഇവിടെ ഒരു റെസണൻസ് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും സ്റ്റേബിൾ. കാരണം ഇതിൽ കണ്ടോ, ഇതിലൊരു പ്ലസ് ഐ എഫക്റ്റ് മാത്രമേ ഉള്ളൂ. പ്ലസ് ഐ എഫക്റ്റും റെസണൻസും ഒപ്പം വന്നാൽ ഏറ്റവും കൂടുതൽ റെസണൻസിനായിരിക്കും സ്റ്റെബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്. പിന്നെ ബി ഉള്ളത് CH3 ത്രൈസ് CCl. അപ്പോൾ ഇതിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുക ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടുക CH3 ത്രൈസ് C പ്ലസും അപ്പുറത്തെ കേസിൽ ബോണ്ടിങ് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊരു മീഥൈൽ കാർബോ കാറ്റയോൺ ആണ് കിട്ടുക. ഇതിൻ്റെ കേസിൽ ഇതിനാരും ഒന്നും ഡൊണേറ്റ് ചെയ്യണില്ല. അത് ഭയങ്കര അൺസ്റ്റേബിളായി നിൽക്കുക. ഇവിടെ കണ്ടോ ബൾക്കിയർ ആയിട്ടുള്ള ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട് 3 ടൈംസ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. പ്ലസ് ഐ എഫക്റ്റ് നല്ലോണം ഉണ്ടാവും. ഇതിനൊരു പ്ലസ് ഐ എഫക്റ്റും ഇല്ല. ഇതായിരിക്കും ഏറ്റവും സ്റ്റേബിൾ. Next question. Rate constant of reaction increases to 3 times when temperature changes from 500 Kelvin to 700 Kelvin. Calculate activation energy എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? ലോഗ് K2 ബൈ K1 ഈക്വൽ ടു EA ബൈ 2.303 R 1 ബൈ T1 മൈനസ് 1 ബൈ T2. 1 by T1 minus 1 by T2. ഈ ഇക്വേഷൻ കിട്ടുകൊടുത്താൽ മതി. ഇവിടെ എന്താ പറഞ്ഞത് വെച്ചാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് റിയാക്ഷൻ ഇൻക്രീസസ് ടു 3 times എന്ന് പറയുന്നത്. അപ്പോൾ ഈ K2ൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം എന്നറിയോ? ലോഗ് 3K ബൈ K ഈക്വൽ ടു EA ബൈ 2.303 R 1 by 500 മൈനസ് 1 by 700. ഇത് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് എന്ത് കാണുക? ആക്ടിവേഷൻ എനർജി കാണുക. അപ്രോക്സിമേഷൻ ഒരു ഏകദേശ വാല്യൂ വരുന്നത് 16.75 കിലോ ജൂൾ പെർ മോളാണ് വരിക. ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് കാണണം? ഈ കണ്ടാൽ മതി ഈ ഇക്വേഷനിൽ. നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവ് റീസൺ ഇൻ ഫിനോൾ CO ബോണ്ട് ലെങ്ത് ഈസ് ഗിവ് ദ റീസൺ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവ് റീസൺസ് ഇൻ ഫിനോൾ CO ബോണ്ട് ലെങ്ത് തന്നിട്ടുണ്ട്. ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ മെത്തനോൾ. ആ ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഫിനോളിൻ്റെ കേസിൽ എന്താണ്? ഫിനോൾ ബെൻസീൻ റിങ്ങും OH ഗ്രൂപ്പ് വന്നതല്ലേ. അപ്പോൾ ഇവിടെ ഒരു റെസണൻസ് പോസിബിലിറ്റി ഉണ്ട്. റെസണൻസും ഉണ്ട്. പിന്നെ നമുക്കറിയാം ഈ ബെൻസീറിങ്ങത്തെ കാർബണൊക്കെ എന്താ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ ബോണ്ട് ലെങ്ത് ഭയങ്കരമായി കുറയും. ഇവരിങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കും. ഇവർക്കൊരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഇതിലെ ബോണ്ട് ലെങ്ത് ഭയങ്കരമായി കുറയും. പക്ഷേ മെത്തനോളിൻ്റെ കേസ് കണ്ടില്ലേ, CH3OH. ഇത് നോർമൽ ഒരു ആംഗിൾ ബോണ്ട് ലെങ്തേ വരുള്ളൂ. ഓക്കെ. ഇനി ഓപ്ഷൻ ബി. ഇൻ ആൽക്കഹോൾ COOH ബോണ്ട് ആംഗിൾ ഈസ് ലെസ് ദാൻ tetrahedral bond angle, but in either COC bond angles is greater than tetrahedral angle. ആൽക്കഹോൾസിൻ്റെ കേസിൽ COH ബോണ്ടല്ലേ, ഇതിൽ COHും പിന്നെ COC ബോണ്ടും. ഇവിടെ ഇതിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഈതേഴ്സിൻ്റെ കേസിൽ ബൾക്കിയർ ആയിട്ടുള്ള 2 ആൽക്കൈൽ ഗ്രൂപ്പാണ് വരുന്നത്. സോ റിപ്പൽഷൻ നന്നായിട്ട് കൂടും. പക്ഷേ ഈ കേസിൽ കണ്ടോ ആകെ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ളത് ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ വലിയ റിപ്പൽഷൻ ഉണ്ടാവില്ല. സോ ബോണ്ട് ലെങ്ത് COC കഴിക്കും ബോണ്ട് സ്ട്രെങ്ത് ബോണ്ട് ആംഗിൾ കൊടുത്തിട്ട്. അതെ, ബോണ്ട് ആംഗിൾ കൊടുത്തിട്ടുണ്ടാവും. And next, write the structure of product formed in the following reaction and write the equation involved. Reaction of propane with methyl magnesium bromide followed by hydrolysis. അപ്പോൾ പ്രൊപ്പനോൺ ആണ്. അപ്പോൾ പ്രൊപ്പനോണ് നമ്മൾ എഴുതുമ്പോൾ CH3CO
CH3. ഇതിനെ നമ്മൾ മീഥൈൽ മഗ്നീഷ്യം ഹാലൈഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇവിടെ കാണിച്ചു തരാം. നമ്മൾ CH3 CO CH3 മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. ഇങ്ങനെ റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഈ എന്താണ് സിയോൻ്റെ ഇവിടെ C ഡബിൾ ബോണ്ട് O, ഈ ബോണ്ടിൽ ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടും. ഓക്കെ, അപ്പോൾ ആ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസും കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഈ കേസിൽ ഈ ബോണ്ട് ബ്രേക്ക് ആവും. ഈ ബോണ്ട് ബ്രേക്ക് ആയാൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസും വരും. ഓക്കെ, എന്നിട്ട് ഈ കാർബൺമേലാണ് പ്ലസ് ഉള്ളത്. അപ്പോൾ ഈ പ്ലസ് ഉള്ളിടത്തേക്ക് ഈ നെഗറ്റീവ് പാർട്ട് വരും. അതായത് CH3 C, ഇവിടെ O, ഇവിടെ മൈനസ് ഉണ്ട്. ഇനി ഇവിടേക്ക് ഈ പ്ലസ് ഉള്ളിടത്തേക്ക് ഈ CH3 വരും. CH3 CH3 ഇങ്ങനെ ഉണ്ടാകും. ആൻഡ് ഈ O മൈനസ് ഉള്ളിടത്തേക്ക് ഈ പ്ലസ് ഉള്ള ഭാഗം വരും. അതായത് MgBr എന്ന് വരും. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഹൈഡ്രോളിസ് ചെയ്യാൻ പറഞ്ഞു. വാട്ടർ ആഡ് ചെയ്യുക. വാട്ടറിൽ എന്തുണ്ട്? H+ ഉണ്ട്, OH- ഉണ്ട് വാട്ടറിൽ. ഓക്കെ, അപ്പോൾ ഈ OH- ഈ പാർട്ടിൻ്റെ ഒപ്പം പോകും. ഈ Mg ഇത് എങ്ങനെ വരിക വെച്ചാൽ COH CH3 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാകും. പിന്നെ ഈ OH Mgൻ്റെ ഒപ്പം MgBrൻ്റെ കൂടെ പോയിട്ട് MgOHBr എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി ഇതിൽ ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ ഹൈഡ്രേഷൻ ഓഫ് പ്രൊപ്പീൻ ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് H2SO4. ഡൈല്യൂട്ട് H2SO4. ഓക്കെ, നമുക്ക് നോക്കാം. അതിൽ പ്രൊപ്പീനാണ് പറഞ്ഞത്. പ്രൊപ്പീൻ എങ്ങനെ നമ്മൾ എഴുതുക? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇത് ഡൈല്യൂട്ട് H2SO4 അതിൻ്റെ പ്രസൻസിലാണ് പറഞ്ഞത്. ഡൈല്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്തുണ്ട്? വാട്ടറിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടാവും. അതായത് H+ OH- ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഈ ഡബിൾ ബോണ്ടിൽ ഈ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഈ പൈ ബോണ്ട് എന്ത് ചെയ്യും? പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസും വരും. ഓക്കെ, ഇനി ഇവിടെ പ്ലസ് ഉള്ളിടത്തേക്ക് ആര് വരും? ഈ OH- വരും. അപ്പോൾ CH3 CH OH CH ഈ CH2ൻ്റെ അവിടെ മൈനസ് അല്ലേ, അവിടേക്ക് ഈ H+ വരും. അതിനകത്ത് CH3 എന്നാകും. ഇങ്ങനെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടും. 26ാമത്തെ ക്വസ്റ്റ്യൻ. അരൈൽ ഹാലൈഡ്സ് ആർ എക്സ്ട്രീംലി ലെസ് റിയാക്റ്റീവ് ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഗിവ് 4 പോസിബിൾ റിയാക്ഷൻ. അപ്പോൾ നമുക്കറിയാം അരൈൽ ഹാലൈഡ്സ് എന്താണ്? ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. സോ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് അധികം പോവില്ല. ഓല അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എക്സ്ട്രീം വിഗറസ് കണ്ടീഷന് കൊടുക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സിനെ ഓർത്തോ പാരാ പൊസിഷൻക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ റിയാക്ഷനിലാണ് പോവുക. വിഗറസ് കണ്ടീഷൻ ഏതെങ്കിലും ഒരു ന്യൂക്ലിയോഫൈൽ, ഇവിടെ ഞാൻ NaOH ആണ് കൊടുക്കുന്നത്. NaOHൽ OH- ഉണ്ട്, അതൊരു ന്യൂക്ലിയോഫൈൽ അല്ലേ. പിന്നെ വിഗറസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 623 കെൽവിനും 300 ATM കൊടുക്കുമ്പോൾ OH എന്താവും? ഒരു പൊസിഷനിൽ ഇൻട്രൊഡ്യൂസ് ആവും. ഈ X- പൊസിഷനിൽ OH വരും. പിന്നെ അടുത്തൊരു ഇത് വരുന്നത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പിനെ ഓർത്തോ അല്ലെങ്കിൽ പാര അല്ലെങ്കിൽ 2 പൊസിഷനിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഓർത്തോ പൊസിഷനിൽ ഒരു NO2നെ, അത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണല്ലോ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് NaOH ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് പിന്നെ ഫർദർ റിയാക്ഷൻ നടത്തിയ NO2നെ കളയാൻ പറ്റും കേട്ടോ. പിന്നെ അല്ലാതെ ഇപ്പം നമ്മൾ ഓർത്തോ പൊസിഷനിലല്ലേ കൊടുത്തത്, ഇനി നമുക്ക് പാരാ പൊസിഷനിലും കൊടുക്കാൻ പറ്റും NO2നെ. കൊടുക്കുമ്പോൾ ഇപ്പം നമുക്ക് പാര കോമ്പൗണ്ടാണ് കിട്ടിയത്.
ഇനി നമ്മൾ ഓർത്തോ പാര 2 പൊസിഷനിലും കൊടുക്കുക. ഇത് പിക്രിക് ആസിഡ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് എ കോംപ്ലെക്സ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. CONH3 6 times all 3+ is a diamagnetic complex. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സസ്റ്റെയിൻ ദ എബോവ് സ്റ്റേറ്റ്മെന്റ് യൂസിങ് വാലൻസ് ബോണ്ട് തിയറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മളെ കോമ്പൗണ്ട് CONH3 6 times 3+ ഇതല്ലേ. അപ്പോൾ ഇതിൽ ഈ NH3 എന്താ സ്ട്രോങ് ലിഗാൻഡ് അല്ലേ NH3. അപ്പോൾ ഈ സ്ട്രോങ് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ അവിടെ പെയറിങ് നടക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ NH3 എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്, അതിന് ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ ഈ സിഒൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിൻ്റെ ഈ ചാർജ് തന്നെ ആയിരിക്കും. അപ്പോൾ CO3+ എന്ന് വരും. ഓക്കെ, നമുക്ക് ഇത് നോക്കുന്ന സമയത്ത് ഡി ഓർബിറ്റൽ നമ്മൾ വരക്കാം. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യും, പെയറിങ് ഇത് CO3+ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക എന്തായിരിക്കും 3D6 ആയിരിക്കും വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ കൊബാൾട്ടിൻ്റെത് എന്താണെന്നറിയോ 3D7 4s2 ആണ്. ഓക്കെ, അതിൽ 3 കളഞ്ഞു, കാരണം ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണ് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ 3 കളഞ്ഞു, ഇവിടുന്ന് 1 ഇവിടുന്ന് 2 കളഞ്ഞു, അങ്ങനെ 3D6 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഈ സ്ട്രോങ് ലിഗാൻഡ് ആവുന്ന സമയത്ത് പെയറിങ് നടക്കും. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ 6 നെയ്ത് ഇങ്ങനെ ഇവിടേക്കൊക്കെ ഇട്ട് പോകും, പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ പെയറിങ് നടക്കും. അപ്പോൾ നമുക്ക് പെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തില്ല, അത് ഡയാമാഗ്നറ്റിക് കോംപ്ലെക്സ് ആണെന്ന് പറഞ്ഞത്. അൺപെയർഡ് ഇലക്ട്രോൺസുകളില്ല. അൺപെയർഡ് ഇലക്ട്രോൺസ് നമ്മൾ അതിന് എന്ത് പറയുള്ളൂ, പാരാമാഗ്നറ്റിക് എന്ന് പറയുള്ളൂ. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് കോംപ്ലെക്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനും ഷേപ്പും ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ വരുന്നത് 6 ആണ്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇപ്പുറത്ത് എന്തുണ്ട് അറിയോ, 4s ഓർബിറ്റലും ഉണ്ട്. അപ്പോൾ ഹൈബ്രിഡൈസേഷന് ഈ ഡി ഓർബിറ്റൽ കൂടി പങ്കെടുക്കുന്നുണ്ട്. ഹൈബ്രിഡൈസേഷന് പങ്കെടുക്കുന്നുണ്ട്. ഇത് ലോ സ്പിൻ കോംപ്ലെക്സ് ആണ്. ഓക്കെ, ലോ സ്പിൻ കോംപ്ലെക്സ് എന്ന് പറയും നമ്മളിതിനെ. ഈ ഡി ഓർബിറ്റൽ പങ്കെടുക്കുന്നത് കൊണ്ട് കോർഡിനേഷൻ നമ്പർ 6 ആയ ഒരാളുടെ ഹൈബ്രിഡൈസേഷൻ D2sp3 എന്നായിരിക്കും വരിക. ഓക്കെ, ഇനി ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കും വരിക, കോർഡിനേഷൻ നമ്പർ 6 ആയ ഒരാളുടെ ഷേപ്പ് എന്താ, ഒക്ടാഹിഡ്രൽ ആണ്. ഓക്കെ, ഒക്ടാഹിഡ്രൽ ആണ്. നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് CONH3 4 times Cl2. അപ്പോൾ നമുക്കറിയാം CO ആയിരിക്കും സെൻട്രൽ മെറ്റൽ ആറ്റം. പിന്നെ ആദ്യം നമുക്ക് സിസ് വരക്കാം കേട്ടോ. സിസ്, പിന്നെ ട്രാൻസ്. സിസ് എന്താ, സെയിം ഗ്രൂപ്പ് സെയിം സൈഡിൽ വരുന്നതല്ലേ സിസ്. അപ്പോൾ നമുക്ക് അപ്പോൾ സെയിം ഗ്രൂപ്പിനെ നമ്മൾ സെയിം സൈഡിൽ കൊടുക്കുക. ഇതിൽ NH3 4 times ഉണ്ട്, പക്ഷെ Cl2 2 times ഉള്ളൂല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം Cl2 കിട്ടും. ഇത് സെയിം സൈഡിലായല്ലോ. ഇനി NH3 ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ സിസ് ഐസോമറാണ്. ഇനി ട്രാൻസ് ഐസോമർ വരുമ്പോൾ സെയിം ഗ്രൂപ്പ് എന്താവും, ഓപ്പോസിറ്റ് സൈഡിലാവും. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ NH3 ഒക്കെ 4 times ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് Cl വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ Cl ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുന്ന 2 കേസ്. NH3 നമുക്ക് സിസ്റ്റും ട്രാൻസും കിട്ടും.
ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമർ ഷോൺ ബൈ ദ ഫോളോയിങ് കോംപ്ലക്സ്. അതിൽ ഒന്നാമത്തത് CONH3 5 ടൈംസ് CO4 Br-. നമുക്കറിയാം SO4 എന്താണ്, ഒരു നെഗറ്റീവ് ലിഗാൻഡാണ്, Br- ഒരു നെഗറ്റീവ് ലിഗാൻഡാണ്. അപ്പോൾ ഈ രണ്ട് ലിഗാൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇങ്ങാണ്ട് കളിക്കും. അപ്പോൾ ഇത് ഏതാണ്? അയണൈസേഷൻ, ഐസോമറിസം. ഓക്കെ, അപ്പോൾ ഇത് അയോണൈസേഷൻ ഐസോമറിസം ആണ്. അതേപോലെ ബി ക്വസ്റ്റ്യനിൽ പറയണത് CONH3 6 ടൈംസും CrCN 6 ടൈംസും ആണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം രണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് വന്നു. അപ്പോൾ അതെന്തേക്കാരം? കോർഡിനേറ്റ് ഐസോമറിസം. ഇരുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് വെച്ചാൽ ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ഡി ബ്ലോക്ക് എലമെന്റ്സ്. റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് ഒരുപാട് പ്രോപ്പർട്ടികൾ കാണിക്കുന്നുണ്ട്. ഓൾക്ക് കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകൾ ഫോം ചെയ്യാൻ പറ്റും, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഓൾക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും, പിന്നെ അതേപോലെ തന്നെ ഓല് പിന്നെ അലോയ്സ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ പ്രോപ്പർട്ടികൾ ആർക്കുണ്ട്, നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സിനുണ്ട്. അപ്പം അതിൽ ഏതെങ്കിലും 4 എഴുതി കൊടുക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ E0 വാല്യൂ ഓഫ് Cu2+ ബാർ Cu ഈസ് പോസിറ്റീവ് വാല്യൂ വൈ. അതെന്ന് പറഞ്ഞാൽ ഈ Cu2+ Cu ആവണത് പോസിറ്റീവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ Cu സ്റ്റേബിൾ ആവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ Cu തിരിച്ച് Cu2+ ആവുന്ന ടൈമിൽ ഹൈ അറ്റോമൈസേഷൻ എൻതാൽപ്പി, ലോ ഹൈഡ്രേഷൻ എൻതാൽപ്പി ആണുള്ളത്. സോ അതിന് ഇങ്ങോട്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതെപ്പോഴും ഇങ്ങനെ നോർമലി കോപ്പർ കാഥോഡായിട്ടല്ലേ ആക്ട് ചെയ്യുക, കാരണം Cu2+ Cu ആവും, കാരണം ഇത് ഭയങ്കര സ്റ്റേബിൾ ആണ്. അതെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോട്ട് ലാന്തനോയിഡ് എലമെന്റ് എന്നാണ് പറഞ്ഞത്. ഇതിൽ തോറിയം ആണ്, കാരണം അത് എന്താണെന്ന് അറിയോ, അത് ആക്ടിനോയിഡ് ആണ്, അതുകൊണ്ടാണ് അത് ഇത് വരാൻ കാരണം. ബാക്കിയൊക്കെ ലാന്തനോയിഡ്സ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഡിസ്കഷൻ കെമിസ്ട്രി. എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു.